നമസ്കാരം കൂടെ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. പിന്നെ ഞങ്ങളുടെ പഴയ വീട് ഞാൻ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാടകക്കാർ ഒഴിഞ്ഞു പോയപ്പം അവിടെ നിന്ന് വൃത്തിയാക്കാമെന്ന് കരുതി അങ്ങനെ പോച്ച അടിക്കാൻ വേണ്ടി ഒരാളെ വിളിച്ചതാണ്. അപ്പോൾ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഒരാൾ നമ്മുടെ അച്ചുവാണ്. അച്ചുവിനെ ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ കാരണം എന്ന് പറഞ്ഞാൽ +1 പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ അവൻ പഠിത്തവും അതിനൊപ്പം തന്നെ അവന് ചെറുപ്രായത്തിൽ ജോലി ചെയ്യാനുള്ള ഒരു ആഗ്രഹമുള്ള പയ്യനാണ്. നല്ല ഡ്രീമുള്ളൊരു പയ്യനാണ്. പരിപാടി പോച്ചടിയാണ്. പിന്നെ അച്ചു ഒരു പോച്ചടിക്കാരൊന്നുമല്ല, +1 പഠിക്കുന്ന കുട്ടിയാണ്. അവൻ പാർട്ട് ടൈം ജോബായിട്ടാണ് ഞാൻ എടുക്കുന്നത്. അതായത് പാർട്ട് ടൈം ജോബ്. വഴിതെറ്റി പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അച്ചുവിനെ പോലെയൊക്കെ ഉള്ള കുട്ടികളെ നമ്മൾ സത്യം പറഞ്ഞാൽ ശരിക്കും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓരോ കുഞ്ഞുങ്ങൾക്കും ഓരോ ആഗ്രഹങ്ങളുണ്ട്, അത് മനസ്സിലാക്കി വേണം രക്ഷിതാക്കൾ മുന്നോട്ട് പോകാൻ. പിന്നെ ഈ കാണുന്നതാണ് എൻ്റെ വീട്, ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ പഴയ വീട്. അതല്ലല്ലോ നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം നമ്മുടെ അച്ചുവാണ്. അപ്പോൾ അച്ചുവിനെ കുറിച്ച് വീണ്ടും പറയാം. സമയത്ത് ശനി ഞായറൊക്കെ ഉള്ള സമയത്ത് പിന്നെ അത് മാത്രമല്ല, അച്ചു മിനിയേച്ചർ ചെറിയ ബസ്, കാറ്, ലോറി ഇതൊക്കെ ഉണ്ടാക്കും. അതുപോലെ പടം വരയ്ക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ടാലൻ്റ് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി അവരതുപോലെ രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു കുട്ടിയും വഴി തെറ്റി പോകത്തില്ലെന്നതിൻ്റെ ഉദാഹരണം. മാത്രമല്ല, ഈ പോച്ച വെട്ടുന്നതൊക്കെ പോയി 2 ദിവസം കൊണ്ട് ഒരാളോടെ നിന്ന് പഠിച്ച് എന്തായാലും അച്ചു ആളൊരു പുലിയാണ് കേട്ടോ. അച്ചുവിന് ഭയങ്കര ആഗ്രഹമാണ്, അച്ചുവിന് ഡ്രീംസ് ഉള്ള ആളാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുട്ടികളെ സത്യം പറഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യണം. ഇതിപ്പോൾ പ്രൊഫഷണൽ അല്ലല്ലോ, ഇതിപ്പം നമ്മൾ ജോലി ചെയ്യുന്ന ഇത് ക്ലാസ് എല്ലാ ദിവസങ്ങളും കിട്ടുന്നൊരു ഇതല്ലേ. അപ്പോൾ ഇയാൾക്ക് എന്തോ അവൻ ആഗ്രഹം ഈ മെക്കാനിക്കൽ മെക്കാനിക്കൽ ഫീൽഡൊക്കെ അതിനോടൊരു ഇഷ്ടമല്ലേ? ഓക്കെ. ഹെവി വണ്ടിയൊക്കെ പണിയാനും അല്ലേ, അതിനൊക്കെ ഉള്ളതാണ്. നല്ല കാര്യം. അച്ചുവിൻ്റെ മനസ്സിന് വ്യക്തമായൊരു ധാരണയുണ്ട്. അതായത് തനിക്ക് എന്തെങ്കിലും പഠിക്കണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ അച്ചീവ് ചെയ്യണമെന്നൊക്കെ ഉള്ള ഈ ചെറുപ്രായത്തിൽ അങ്ങനെ ചിന്തിക്കുന്ന ഒരു കുട്ടിയാണ് അച്ചു. അതുകൊണ്ട് തന്നെയാണ് അച്ചുവിൻ്റെ ഈ വീഡിയോ ഞാൻ എടുക്കാനും അവൻ്റെ ഈ ഹാർഡ് വർക്ക് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. നാളെ ഇത് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 5-6 മാസം കൊണ്ട് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല വർക്കുകളൊക്കെ കിട്ടുമല്ലേ? കിട്ടുന്നുണ്ടല്ലേ? വേറെ ചെയ്യുന്നുണ്ടല്ലേ? നമ്മൾ മെഷീൻ വാടകയ്ക്ക് എടുത്ത് അല്ലെങ്കിൽ ആരുടെയും കൂടെ പോയി ചെയ്യില്ലേ? അപ്പോൾ എന്തുവാണ് മോൻ്റെ ഇത്? ഇപ്പോഴേ ഇതൊക്കെ ഒന്ന് പഠിച്ച് വലുതാകുമ്പം മെക്കാനിക്കിന് അങ്ങനെ ഒരു ഇതിലൊക്കെ പോകാനാണ്. ഓക്കെ. വീട്ടിലാരൊക്കെ ഉണ്ടോ? അച്ഛന്, അമ്മ, അനിയല്ലേ? അനിയൻ എന്ത് ചെയ്യുന്നു? അനിയൻ 10th ക്ലാസ് പഠിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇവിടെ അടൂർ ആണ് വീടില്ലേ? അടൂർ മണക്കാലം. അച്ചുവിനെ പോലുള്ള കുട്ടികളെ നമ്മൾ വീണ്ടും സപ്പോർട്ട് ചെയ്യുന്നു. എന്തായാലും അച്ചുവിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അച്ചുവിനെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ.